ലോക പോലീസായ അമേരിക്കയുടെ ആഗ്രഹം എല്ലാ രാജ്യങ്ങളും തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കുക എന്നാണ്. മാത്രമല്ല, തങ്ങൾക്കെതിരെ ശബ്ദിക്കുന്നവരെ ഇല്ലാതാക്കുക എന്നതും. അതാണിപ്പോൾ ഇറാനും അമേരിക്കയും പരസ്പരം കൊമ്പുകോർക്കാൻ കാരണമായത്. അമേരിക്കയ്ക്ക് സാമ്രാജ്യത്വ മോഹങ്ങളാണ്. വെനിസ്വേല കൈക്കലാക്കിയതുപോലെ ഗ്രീൻലാൻഡിനെയും ലക്ഷ്യം വെക്കുന്നുണ്ട്. കൂടാതെ ഇറാന് നേരെ കപ്പൽപ്പട നീങ്ങുകയും ചെയ്യുന്നു. എന്താണ് അമേരിക്കയുടെ മനസ്സിലിരിപ്പ്? അമേരിക്ക ഇറാൻ യുദ്ധം ഉടൻ ഉണ്ടാകുമോ? വിശദമായി നോക്കാം. ഞാൻ ലക്ഷ്മി. പശ്ചിമേഷ്യയിൽ ഒരു യുദ്ധഭീതി പൊതിയുകയാണ്. അമേരിക്ക ലക്ഷ്യമിടുന്നത് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഒരു ആധിപത്യമാണ്. അതിനായി ഏതറ്റം വരെയും പോകുമെന്ന്. അതിന്റെ മുന്നൊരുക്കം എന്നോണം ഇറാനെ സമ്മർദ്ദത്തിലാക്കാൻ US നാവിക സന്നാഹം ഗൾഫ് മേഖലയിലേക്ക് നീങ്ങുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. സൈനിക നടപടികൾക്ക് സാധ്യത കുറവാണ് എന്നായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രംപ് പറഞ്ഞത്. ഇതിന് വിരുദ്ധമായ നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രതിഷേധക്കാർക്ക് വധശിക്ഷ നൽകുന്നത് ഇറാൻ നിർത്തിയതായി അറിയിച്ചതിനെ തുടർന്നാണ് സൈനിക നീക്കം ഉണ്ടാകില്ലെന്ന് ട്രംപ് നിലപാട് മയപ്പെടുത്തിയത്. ദക്ഷിണ ചൈനാക്കടലിലെ അഭ്യാസങ്ങളിൽ നിന്ന് USS എബ്രഹാം ലിങ്കൺ കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിനെ മിഡിൽ ഈസ്റ്റിലേക്ക് മാറ്റാൻ ഉത്തരവിട്ടതായി കഴിഞ്ഞയാഴ്ച US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത് സ്ഥിരീകരിക്കുന്നതാണ് ട്രംപിന്റെ ഇപ്പോഴത്തെ പ്രഖ്യാപനം. പ്രതിഷേധക്കാരെ തൂക്കിലേറ്റുന്നത് തടയാൻ ഇറാനെതിരെ ബലം പ്രയോഗിക്കുമെന്ന തന്റെ ഭീഷണി 837 പേരെ തൂക്കിലേറ്റുന്നതിന് നിന്ന് തടഞ്ഞുവെന്നും ട്രംപ് ആവർത്തിക്കുന്നുണ്ട്. ഇറാനുമായുള്ള ചർച്ചയ്ക്ക് താൻ തയ്യാറാണെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടുമുണ്ട്. ബുധനാഴ്ച ഇറാനിയൻ അധികൃതർ പ്രതിഷേധത്തിന്റെ ഔദ്യോഗിക കണക്കുകൾ പുറത്തുവിടുകയും ചെയ്തു. സമീപ ദിവസങ്ങളിൽ പ്രതിഷേധങ്ങളിൽ കുറവ് വന്നതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതിനോടകം 3117 പേർ കൊല്ലപ്പെട്ടതായാണ് ഔദ്യോഗിക കണക്കുകളിലുള്ളത്. എന്നാൽ യഥാർത്ഥ മരണസംഖ്യ ഇതിലും വളരെ കൂടുതലായിരിക്കാമെന്നും മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നു. വെനിസ്വേലയിൽ മഡൂറയെ പുറത്താക്കാൻ അമേരിക്ക സ്വീകരിച്ച അതേ തന്ത്രങ്ങളാണ് ഇറാനിലും ആവർത്തിക്കപ്പെടുന്നത്. എണ്ണ വ്യാപാരം പൂർണ്ണമായും തടയുക, അന്താരാഷ്ട്ര സാമ്പത്തിക ഇടപാടുകളിൽ നിന്ന് ഒറ്റപ്പെടുത്തുക, ജനങ്ങളെ പട്ടിണിക്കിട്ട് ഭരണകൂടത്തിനെതിരെ തിരിക്കുക. ഇതാണ് ട്രംപിന്റെ പുതിയ ബ്ലൂ പ്രിന്റ്. വെനിസ്വേലയുടെ എണ്ണ സമ്പത്തിനെ തകർത്ത് ആ രാജ്യത്തെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിയിട്ടതുപോലെ ഇറാന്റെ ഊർജ്ജ മേഖലയെ ലക്ഷ്യം വെച്ചാണ് പുതിയ ആക്രമണങ്ങളെന്ന് പറയപ്പെടുന്നു. ഇറാന്റെ ഇന്ധന വിതരണ ശൃംഖലകളും തുറമുഖങ്ങളും തകർക്കുന്നതിലൂടെ അവിടുത്തെ സാധാരണ ജനജീവിതം ദുസ്സഹമാക്കാനാണ് അമേരിക്കൻ നീക്കം. എന്നാൽ പടിഞ്ഞാറൻ ഉപരോധങ്ങളെ സ്വന്തം വികസനത്തിനായുള്ള ഇന്ധനമാക്കി മാറ്റിയ ചരിത്രമാണ് ഇറാന്റേത്. അമേരിക്ക ഏർപ്പെടുത്തുന്ന ഓരോ ഉപരോധവും ഇറാന്റെ ആഭ്യന്തര ഉൽപാദനക്ഷമതയും ദേശീയ സാങ്കേതിക വിദ്യയും വർദ്ധിപ്പിക്കാൻ മാത്രമാണ് സഹായിച്ചിട്ടുള്ളത്. എന്നാൽ ഇറാൻ മിസൈൽ കരുത്തിനേക്കാൾ ഇപ്പോൾ സൈബർ കരുത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. അമേരിക്കൻ നിർമ്മിത പാട്രിയറ്റ് മിസൈലുകളെ പോലും നിഷ്പ്രഭമാക്കാൻ ശേഷിയുള്ള സാങ്കേതിക വിദ്യ ഇറാൻ വികസിപ്പിച്ചത് ഉപരോധങ്ങളുടെ കനച്ചൂളയിൽ വെന്തുകൊണ്ടാണ്. അമേരിക്കയുടെ വിനാശകരമായ തന്ത്രങ്ങൾക്ക് സൈബർ ലോകത്ത് കൃത്യമായ പ്രഹരം നൽകാൻ ഇറാന് കഴിയുന്നു എന്നതാണ് ഈ യുദ്ധത്തിന്റെ ഗതി മാറ്റുന്നത്. ഇറാൻ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധികൾക്കും സാമൂഹിക അസ്ഥിരതകൾക്കും പ്രധാന കാരണം അമേരിക്കയും അതിന്റെ സഖ്യരാജ്യങ്ങളും വർഷങ്ങളായി ഏർപ്പെടുത്തിയ മനുഷ്യത്വരഹിതമായ ഉപരോധങ്ങളാണെന്ന് ഇറാൻ പ്രസിഡന്റും പറയുന്നു. ഇതിനിടെ ഇറാനിലെ യഥാർത്ഥ അവസ്ഥ അതിഭീകരമാണെന്ന് പുറത്തുവരുന്ന കണക്കുകളാണ് സൂചിപ്പിക്കുന്നത്. ദിവസങ്ങളായി തുടരുന്ന സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ സുരക്ഷാ സേനാ അംഗങ്ങൾ ഉൾപ്പെടെ കുറഞ്ഞത് 5000 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ പറയുന്നു. പ്രത്യേകിച്ച് രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറൻ മേഖലകളിലെ കുർദിഷ് മേഖലകളിലാണ് ഏറ്റവും രൂക്ഷമായ ഏറ്റുമുട്ടലുകൾ നടക്കുന്നത് എന്നും റിപ്പോർട്ടുകൾ പറഞ്ഞു. കുർദിഷ് വിഘടനവാദികളും സർക്കാർ സേനയും തമ്മിലുള്ള സംഘർഷങ്ങൾ പല സ്ഥലങ്ങളിലും ആഭ്യന്തര യുദ്ധസമാനമായ അവസ്ഥ സൃഷ്ടിച്ചുവെന്നും നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. ഇതിന് പിന്നാലെയാണിപ്പോൾ ഇറാന് നേരെ അമേരിക്ക പടക്കപ്പലുകൾ വിന്യസിച്ചുവെന്ന വാർത്തകൾ വരുന്നത്. എന്തായാലും ഒരു യുദ്ധം അകലെ അല്ല എന്നതാണ് പുറത്തുവരുന്ന സൂചനകൾ. വെനിസ്വേലയെ പോലെ ഇറാനെ കരുതിയാണ് നീക്കമെങ്കിൽ എന്താകും സംഭവിക്കുക എന്ന് ട്രംപ് കണ്ടു തന്നെയാണ് അറിയേണ്ടത്.